നമസ്കാരം. താമരശ്ശേരിയിലെ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രഷ് കട്ട് ഓർഗാനിക്സ് ലിമിറ്റഡിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ചില കാര്യങ്ങൾ കൂടെ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് 2018 ഈ കമ്പനി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കട്ടിപ്പാറയിൽ ഈ മലിനീകരണ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് അതിൻ്റെ സ്ഥാപന സമയത്തുള്ള ഫോർമർ ഡയറക്ടേഴ്സ് എന്നുള്ളത് കമ്പനി വെബ്സൈറ്റിൽ ആര് പരിശോധിച്ചാലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ പരിശോധിച്ചാൽ കാണാം. അതിൽ ഒന്നാമത്തെ ആൾ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. രണ്ടാമത്തത് ജിതിൻ രവീന്ദ്രൻ. മൂന്നാമത്തത് പൂവക്കുളത്തിൽ തോട്ടം പുതിയ പുറായിൽ മുഹമ്മദ് ഇസ്മായിൽ. നാലാമത്തത് സൈനുൽ ആബിദീൻ കുടുക്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമരസമിതിയുടെ കൺവീനറായിരിക്കുന്ന കുടുക്കിൽ ബാബു. അടുത്തത് ഷറഫുൻ നിസ പെരുത്തിയോട്ട് വളപ്പിൽ എന്ന് വെച്ചാൽ ടി സിദ്ദീഖ്, മന്ത്രി ടി സിദ്ദീഖിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ. അടുത്തത് മാർട്ടിൻ തോമസ്, മറ്റൊന്ന് ഹർഷൻ. ഈ ആളുകളാണ് പഴയകാല ഡയറക്ടർ. ഇപ്പോഴത്തെ ഡയറക്ടർമാർ അഗസ്റ്റിൻ ലിബിൻ പിയൂസ്, അശോക് മത്തായി അലക്സാണ്ടർ, തൊട്ടിയിൽ ഷിബു, കൊളത്തൊടി സുജീഷ്. ഈ കമ്പനിയുടെ അനുബന്ധ കമ്പനികളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട കമ്പനികൾ ബീഫിറ്റപ്പ് റെഡ് വെഞ്ചേഴ്സ് LLP, ഗോൾഡ് ക്ലാസ് മീറ്റ് ഫാക്ടറി, ഗോൾഡ് ക്ലാസ് മീറ്റ് ഫാക്ടറി LLP, മേരിലാൻഡ് ബ്ലൂ മെറ്റൽസ് LLP, ഗോൾഡൻ നെസ്റ്റ് ഫാംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ പ്രധാനപ്പെട്ടത് അങ്ങനെ പോയിട്ട് കൃഷ്ണശീല സ്റ്റോൺ പ്രൈവറ്റ് ലിമിറ്റഡ്, കൈവേലി ഗ്രാനൈറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൈവേലി ഗ്രാനൈറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കടത്തനാട് എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, കടത്തനാട് എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, എരങ്കോട് എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, എരങ്കോട് എസ്റ്റേറ്റ് പ്രൈവറ്റ് പോയിട്ട് അവസാനം നോർമാൻഡി ബീവറേജസ് ആൻഡ് ഡിസ്റ്റിലറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് മദ്യനിർമ്മാണ കമ്പനിയുണ്ട്. മറ്റൊരു സ്ഥലത്തുകൂടെ നോർമാൻഡി കാണിക്കുന്നുണ്ട്, നോർമാൻഡി ബീവറേജസ് ആൻഡ് ഡിസ്റ്റിലറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നോവൽ സസ്റ്റൈനബിലിറ്റി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ നിരവധി കമ്പനികൾ മദ്യനിർമ്മാണവും ക്വാറിയുമടക്കമുള്ള നിരവധി കമ്പനികളുടെ ഉടമകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഇത് എന്താണെന്ന് ലക്ഷ്യമൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം, ഇനി അല്ലായിരിക്കാം, രണ്ടായാലും അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഫൗണ്ടിങ് ഡയറക്ടർമാരായിട്ട് ഷറഫുൻ നിസയും ഉണ്ട്, അതേപോലെ കുടുക്കിൽ ബാബു ഉണ്ട്. ഇതിൽ തന്നെ മറ്റ് ചില ബന്ധുക്കളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്തു. എനിക്ക് എല്ലാവരെയും കൃത്യമായിട്ട് അറിയില്ല, കമൻറ്റ് ചെയ്ത് പറയാം. ഏതായാലും ഇവരുടെയൊക്കെ വാദം ഈ കമ്പനി തെറ്റായ വഴിക്കാണ് പോയതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പിന്മാറിയെന്ന് പറയുന്നത്. അത് തന്നെയല്ലേ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിനോട് പറയാനുള്ളത്. ഈ കമ്പനി വരുന്ന സമയത്ത് മാത്രം ഇടതുപക്ഷത്തിൻ്റെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ബോർഡായിരുന്നു. അവർ വരുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവന്ന കമ്പനി നല്ലതാണെന്ന് അവരും വിശ്വസിച്ചു. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾ പിന്മാറി. എന്തേ? നിങ്ങളുടെ ബോർഡല്ലേ പിന്നെ വന്നത്. അതിനുശേഷം വന്നത് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ബോർഡല്ലേ വന്നത്. ആ ബോർഡ് 2019, എനിക്ക് തോന്നുന്നു 2019 മുതൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ബോർഡല്ലേ. ആ ബോർഡിന് നിങ്ങൾ പിന്മാറിയ സമയത്ത് ഞങ്ങളെ പറ്റിച്ചതാണ്. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൂടിയിട്ട് ഇത് പിൻവലിക്കണമെന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങൾ കൂടെ കൂടിയിട്ടല്ലേ ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ലൈസൻസൊക്കെ വാങ്ങിയത്. അപ്പം നിങ്ങൾ പിന്മാറുന്ന സമയത്ത് ആ കമ്പനി അവിടെ വെച്ചേച്ച് പോയാൽ പോരാ. ഇതിൻ്റെയൊക്കെ ബാധ്യതയും ഇതിൻ്റെയൊക്കെ എല്ലാ ദോഷങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയിൽ കെട്ടിവെക്കുകയും നിങ്ങൾ കൈ കഴുകി വൃത്തിയായിട്ട് രക്ഷപ്പെടുകയും ചെയ്യുന്ന, നൈസായിട്ട് രക്ഷപ്പെടുന്ന ആ ഏർപ്പാട് ശരിയാണോ? ഒന്നാമത്തത് നിങ്ങൾ ഉത്തരം പറയണം. രണ്ടാമത്തത് നിങ്ങൾ എന്നോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്ര കാലം എവിടെയായിരുന്നു? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് ഇത് നിങ്ങൾ പറയാം 10 വർഷമല്ല, 2018 നിങ്ങൾ പിന്മാറുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 5-6 വർഷമായി ഈ കമ്പനിയിൽ ഈ മലിനീകരണം നടക്കുന്നു. നിങ്ങൾ സമരം തുടങ്ങിയിട്ട് 2-3 വർഷമായി. അപ്പോൾ നിങ്ങളാരും ഞങ്ങളെ ആരും ക്ഷണിച്ചിട്ടില്ല. 1. 2, നിങ്ങൾ ആ സമരത്തെ ഹൈജാക്ക് ചെയ്ത് ഒരു UDF സമരമാക്കി മാറ്റി. തുടങ്ങിയ ആളുകൾ തന്നെ സമരം ചെയ്യുന്നു. അതൊരു UDF സമരമായിട്ട് പെട്ടെന്ന് മാറി ഗവൺമെൻറ്റിനെതിരെ തിരിച്ചു വിടുന്നു. അപ്പോൾ UDFൻ്റെ സമരമായിട്ട് മാറ്റിയിട്ട് ഗവൺമെൻറ്റിനെതിരെ തിരിയുന്ന ഒരു സമരത്തിന്, ഇടതുപക്ഷത്തിനെതിരെ സമരത്തിൽ ഞങ്ങളൊക്കെ വന്നിരിക്കണമെന്നാണ് പറയുന്നത്. ജനകീയ സമരമായിരുന്നുവെങ്കിൽ വന്നിരിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ ചേരുമായിരുന്നു. ഇനി അതൊക്കെ പോട്ടെ, ഇനി അതൊക്കെ തെറ്റാന്ന് തന്നെ പറയാം. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നു, ഞങ്ങൾ ശരി ചെയ്യും, നിങ്ങളാണ് ഇടതുപക്ഷമാണ് തെറ്റ് ചെയ്യുന്നത്, ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല, ഇതുമായിട്ട് വേണ്ട രൂപത്തിൽ നടപടിയെടുക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചല്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ഇത് അടച്ചു പൂട്ടും, ഞങ്ങൾ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ അത് തുറക്കാത്ത രീതിയിൽ പൂട്ടണ്ടേ? കമ്പനി പ്രവർത്തിക്കുന്ന സമയത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാതെ ഏകപക്ഷീയമായി അത് നിങ്ങൾ ആദ്യം അടച്ചു പൂട്ടാനുള്ള ഉത്തരവിട്ടു. ആ ഉത്തരവ് നിങ്ങൾ ചോർത്തി കൊടുത്തു. നിങ്ങൾ നേരത്തെ തന്നെ എല്ലാവർക്കും കൊടുത്തു. അന്നേ ദിവസം സ്റ്റേ ചെയ്തു. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത് അത് പൂട്ടിയത് ശേഷം ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ പോയി റിപ്പോർട്ട് വാങ്ങിക്കൊണ്ടുപോകാം. റിപ്പോർട്ട് എടുക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾ അവിടെ ഉപരോധം നടത്തി, റിപ്പോർട്ട് എടുക്കാൻ സാധിച്ചില്ല, പെട്ടെന്ന് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോയിട്ട് പരിശോധിച്ച റിപ്പോർട്ട് കൊടുക്കാൻ ജില്ലാ കലക്ടറുടെ പ്രതിനിധിയോടും മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും പറഞ്ഞാൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ അവിടെ MLA മാർ, മുസ്ലിം ലീഗിൻ്റെ 3 MLA മാർ, PK ഫിറോസും അതേപോലെ തന്നെ CK കാസിമും റസാഖ് മാഷും, ഈ 3 പേര് അവിടെ പ്രത്യേക നാടകം കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ കമ്പനിയുടെ പ്രമിസസിൽ പോയിട്ട് ഈ ആളുകൾക്ക് സമിതിക്ക് പോയിട്ട് അന്വേഷിച്ച് തെളിവെടുക്കാനും ആ സമയത്ത് കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതവിടെ പ്രവർത്തിച്ചുകൊണ്ട് അപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ 13-ാം തീയതി ഹൈക്കോടതി ഇത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം എടുക്കുകയായിരുന്നു. നിങ്ങൾ പകരം എന്താ ചെയ്തത്? ഈ സമിതി പോയിട്ട് ആ മാലിന്യീകരണമുള്ള സമയത്ത് പരിശോധന നടത്താൻ അനുവദിച്ചില്ല. അപ്പോൾ കമ്പനി പ്രവർത്തിക്കാത്ത സമയത്ത് പോയിട്ട് ടെസ്റ്റ് നടത്തുക, അത് വേണ്ടാന്ന് പറയണ്ടേ? കമ്പനി പ്രവർത്തിക്കാത്ത സമയത്ത് ജില്ലാ കലക്ടറുടെയും അതേപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എഞ്ചിനീയറൊക്കെ അവിടെ പോയിട്ട് പരിശോധന നടത്തും. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ പരിശോധിക്കേണ്ടതെന്ന് പറയണ്ടേ? അവർ പോയി പരിശോധിച്ച് വെള്ളം കുപ്പിയിലാക്കിയിട്ട് പോയി. ഇനി പരിശോധിച്ച ഒരു കാര്യമില്ല, ആ സമയത്ത് വളരെ കൃത്യമായിട്ട് മാലിന്യം കിട്ടുമായിരുന്നു. അപ്പോൾ കിട്ടേണ്ട സമയത്തൊന്നും ചെയ്യാതെ അതൊക്കെ മുടക്കി, എന്നിട്ട് അവർക്ക് സ്ഥലവും തിരഞ്ഞു നടക്കുക. ഇത് പൂട്ടിക്കുന്നതിന് പകരം, കൃത്യമായി പൂട്ടിക്കുന്നതിന് പകരം ഫ്രഷ് കട്ടിന് വേറെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കൊടുക്കുക, സ്ഥലവും തിരഞ്ഞു നടക്കുക. ഫ്രഷ് കട്ട് മലിനീകരണമില്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള സംവിധാനം എന്താണോ അത് പരിശോധിക്കുന്നതിന് തെറ്റൊന്നുമില്ല, അത് ബന്ധപ്പെട്ട വകുപ്പുകൾ നോക്കട്ടെ. അല്ലാതെ ഇവിടെ മലിനീകരിക്കുന്ന, പുഴ മലിനീകരിക്കുന്ന, ഇത്രയും ദുർഗന്ധം ഉണ്ടാക്കുന്ന ഫ്രഷ് കട്ടിന് മറ്റ് സ്ഥലം തേടി പോകുന്ന പണിയാണോ? നിങ്ങൾ എന്തിൻ്റെ പണിയാ? നിങ്ങൾ ആരെ ജോലിക്കാരാ? നിങ്ങളാണോ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ പണിയാണോ ഫ്രഷ് കട്ടിൻ്റെ സ്ഥലം കണ്ടെത്തേണ്ടത്? അപ്പോൾ ഇതൊക്കെ തുടങ്ങി വെച്ചതും ബിനാമി പേരുകളിൽ ഇതൊക്കെ കൊണ്ടുപോകുന്നതും നടത്തുന്നതും എല്ലാം നിങ്ങളൊക്കെ തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ പണി വേണ്ട. അങ്ങനെ 2 ദിവസം കമ്പനി പ്രവർത്തിച്ചില്ല, 2-3 ദിവസം കമ്പനി പ്രവർത്തിക്കാതിരുന്നു. ആ സമയത്ത് നിങ്ങൾ തൊഴിലാളികളെ അകത്തേക്ക് വിട്ടു, അവർ പോയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. നിങ്ങളെ സമരം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ജില്ലാ കലക്ടറുടെയും ശുചിത്വ മിഷൻ്റെയും നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും എഞ്ചിനീയറൊക്കെ തന്നെ അവിടെ പോയിട്ട് പരിശോധന നടത്തുന്നത്. അപ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ലായിരുന്നു, നല്ല സുഗന്ധമായിരുന്നു, ആർക്കും അവിടെ കിടന്നുറങ്ങാൻ പറ്റിയ സാഹചര്യമാണ്. അവിടുത്തെ വെള്ളമൊക്കെ ഒഴുകിപ്പോയി. ആ ഒഴുകിപ്പോയ വെള്ളത്തിൽ നിന്നൊരു കുപ്പി വെള്ളം കൊടുത്ത് ആ സാധുക്കൾ പോയി. ഇത് കണ്ടപ്പോൾ ഹൈക്കോടതി വീണ്ടും പറഞ്ഞു നിങ്ങൾ പോയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പരിശോധന നടത്തണം. അങ്ങനെ വീണ്ടും അത് തുറന്ന് പ്രവർത്തിക്കാൻ ഇപ്പോൾ നമ്മുടെ ചെലവിൽ സർക്കാർ അത് തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് ആ വെള്ളപ്പൊക്കമുള്ള സമയത്ത് MLA അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട സമരസമിതിയുടെ ആളുകൾ അത് നേരിട്ട് കണ്ടു, വീഡിയോ എടുത്തു. നിങ്ങളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി ആ വെള്ളപ്പൊക്കമുള്ള സമയത്ത് ബന്ധപ്പെട്ട മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരെ അവിടെ വിളിച്ചു വരുത്തി പരിശോധിപ്പിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് ഒരു അടച്ചുപൂട്ടൽ നോട്ടീസ് കൊടുത്തിരുന്നുവെങ്കിലും അടുത്ത കാലത്തൊന്നും ഫ്രഷ് കട്ട് തുറക്കാൻ സാധിക്കില്ലായിരുന്നു, കയ്യോടെ പിടിക്കാമായിരുന്നു. അതിനുള്ള അവസരം ആരാ നിഷേധിച്ചത്? ആ വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷവും 3 ദിവസത്തോളം, അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ പോയത് 2 ദിവസം കഴിഞ്ഞിട്ട്, അപ്പോഴും അത് പ്രവർത്തിച്ചില്ലേ? അപ്പം നിങ്ങൾക്കത് അടച്ചുപൂട്ടാൻ ഉദ്ദേശമില്ലായിരുന്നു, നിങ്ങൾ ആളെ കബളിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോഴും കബളിപ്പിക്കലാന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് വീഡിയോ ഇടുന്നത്. ആളുകൾ വളരെ കൃത്യമായിട്ട് വിജിലൻ്റായിട്ട് മനസ്സിലാക്കണം. ഞങ്ങൾ അവിടെ ഇല്ലാത്തതിൻ്റെ പേരല്ലേ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വോട്ട് വാങ്ങിയതും അവിടെ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിൽ ക്യാമ്പയിൻ നടത്തിയതും UDFന് വാരിക്കോരി സീറ്റ് കൊടുക്കാനൊക്കെ നിങ്ങൾ അപ്പോൾ അത് പാലിക്കാൻ ഉത്തരവാദിത്തം നിങ്ങൾക്കല്ലേ? നിങ്ങൾ ഉത്തരവാദിത്തം ചോദിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്? ഞങ്ങളത് വാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ മറ്റൊരു രസം കൂടെ ഉണ്ട്, അതും മറന്നുപോകരുത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി താമരശ്ശേരി ബിഷപ്പ് ഹൗസ് സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ളത് ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന യൂജിൻ എന്ന് പറയുന്ന അതിൻ്റെ മാനേജറാണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ വളരെ അടുത്ത കൊണ്ട കൈയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ തൊട്ടടുത്ത് പോലീസിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടൊപ്പം നിൽക്കുന്നത് ഈ കേസിൽ, അതായത് ഈ മലിനീകരണം ഏറ്റവും കൂടുതൽ ആരോപിക്കപ്പെടുന്ന കമ്പനിയുടെ ഉടമയായി അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരനായി യൂജിൻ പോലെയുള്ള ആളുകൾ, അതിൽ ഉത്തരവാദപ്പെട്ട ഉടമകൾ, അതിൽ ഉടമകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്, ഇതിൽ ഓപ്പറേറ്റർമാരാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പോൾ പോലീസ് എങ്ങനെയാണ് നടപടിയെടുക്കുക കമ്പനിക്കെതിരെ? പോലീസ് എന്ത് നടപടിയെടുക്കുക? ഉദ്യോഗസ്ഥർ എന്ത് നടപടിയെടുക്കുക? വിജിലൻസിൻ്റെ ഉത്തരവാദിത്തമുള്ള മന്ത്രിയോടൊപ്പം ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ ബിഷപ്പ് ഹൗസിൽ അദ്ദേഹത്തോടൊപ്പം വളരെ യഥേഷ്ടം അടുത്ത് പെരുമാറുകയും കൂടെ നടക്കുകയും ചെയ്താൽ ഏത് ഉദ്യോഗസ്ഥനാണ് കമ്പനിക്കെതിരെ റിപ്പോർട്ട് കൊടുക്കുക? എനിക്കത് പറഞ്ഞു തരണം. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പോട്ടെ, പോലീസ് വകുപ്പ് അവിടെ നിൽക്കട്ടെ, വിജിലൻസ് എന്ന് പറയുന്ന വലിയൊരു വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആ വിജിലൻസിൻ്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വീകരണത്തിൽ വളരെ സജീവമായി ഈ കമ്പനിയുടെ ഉടമ പങ്കെടുത്താൽ പ്രിയപ്പെട്ട UDFൻ്റെ പ്രവർത്തകരെ, ഇവരെ വിശ്വസിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് സംവിധാനമാണ് നടപടിയെടുക്കാൻ ധൈര്യം വരിക? ആരെങ്കിലും ചെയ്യുമോ?
അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇവൻ സ്വാധീനിച്ചുകൊണ്ട് വിജിലൻസിൽ നിന്ന് എന്തെങ്കിലും ഉത്തരവോ അന്വേഷണമോ വന്നാൽ ഈ ഉദ്യോഗസ്ഥരൊക്കെ പണി പോയില്ലേ? അപ്പോൾ വളരെ ഗൗരവമല്ലേ? ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ എനിക്കെതിരെ മാത്രം തെറി പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാൻ സത്യമേ പറയുള്ളൂ. പറയാനുള്ളത് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരെ, എന്നിട്ട് ലഹരി കമ്പനികൾ കൂടെ, അതായത് മദ്യ കമ്പനികൾ കൂടെ നടത്തുന്ന ഉൽപ്പാദനം നടത്തുന്ന ബീവറേജസ് കമ്പനി, 2 ബീവറേജസ് കമ്പനി നടത്തുന്ന ഈ ഫ്രഷ് കട്ടിൻ്റെ മുതലാളിമാരുമായിട്ട് അദ്ദേഹം വേദി പങ്കിടുന്നു. അവരെയും കൂട്ടിയിട്ടാണ് എല്ലാ സ്ഥലത്തും പോകുന്നതും ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത്. അതെന്ത് ഇരട്ടത്താപം എനിക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വെള്ളപ്പൊക്കമുള്ള സമയത്ത് ഒരു പരിശോധന നടത്തി ഒരു നല്ല നോട്ടീസ് കൊടുത്ത് അടച്ചുപൂട്ടാമായിരുന്ന ഒരു സാഹചര്യം അത് ഇല്ലാതാക്കിയത്. കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. മറ്റുള്ളവരുടെ മേൽ കുതിര കയറരുത്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങളും ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെടണം. അവർ വെറുതെ ഇവർ പറയുന്ന വിമർശനം മാത്രമല്ല, സത്യം ബോധ്യപ്പെടാൻ ജനങ്ങളും തയ്യാറാവണം. ഇനി 20-ാം തീയതി എന്താ സംഭവിക്കുക? വീണ്ടും കമ്പനി എല്ലാ ലൂപ്പുകളും അടച്ചുകൊണ്ട് അവിടെ വെള്ളം ഉണ്ടാവുമോ? വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? കിട്ടൂലല്ലോ. വെള്ളപ്പൊക്കം ഒരു വട്ടോട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലോ. ഈ വെള്ളം ഒഴുക്കി വിട്ട് തിരിച്ചു അതൊന്നും വരാൻ പോകുന്നില്ല. ഇനി ആകെ പരിശോധിക്കാൻ കഴിയുന്നത് പുകയും എത്ര ടണ്ണ് അവിടെ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ എത്ര ടണ്ണ് വേസ്റ്റ് അവിടെ കൊണ്ടുവരുന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അവർ സ്വാഭാവികമായും ശീതീകരിച്ച വണ്ടിയിലേ കൊണ്ടുവരുള്ളൂ. ശീതീകരിച്ച വണ്ടി വാടകയ്ക്ക് എടുത്താണ് കൊണ്ടുവരിനി ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ പരിശോധന ഒക്കെ കറക്റ്റ് ആയിരിക്കും, റൈറ്റ് ആയിരിക്കും. കമ്പനി പ്രവർത്തിക്കാൻ പറയും, അതെല്ലാം ഉണ്ടാകാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ സ്ഥലവും തിരഞ്ഞു നടക്കുക. നിങ്ങൾക്ക് സാധിക്കുമോ സ്ഥലം വാങ്ങിക്കൊടുക്കാൻ? ഈ കോഴിക്കോട് ജില്ലയിൽ എവിടെയെങ്കിലും ഫ്രഷ് കട്ട് പ്രവർത്തിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾക്കൊരു പരാതിയില്ലാത്ത സ്ഥലം കണ്ടെത്താൻ കഴിയൂല. നിങ്ങൾ കമ്പനിയെ സഹായിക്കണം. ഇപ്പോഴും ആവശ്യമില്ലാത്ത ചർച്ചയുണ്ട്. നിങ്ങളുടെ പണിയാണോ അല്ലെങ്കിൽ സ്ഥലം കണ്ടുകൊടുക്കൽ? ഈ കോഴിക്കോട് ജില്ലയിൽ എവിടെയെങ്കിലും പരാതിയില്ലാത്ത ഭൂമി കിട്ടുമോ? കിട്ടൂല. എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കിയെടുത്തോളം എല്ലാ സ്ഥലത്തും ആളുകൾ പരാതി വരും. പ്രത്യേകിച്ച് നിങ്ങൾ അമാതിരി പേടിപ്പിച്ചതുകൊണ്ട് ഒരു സ്ഥലത്തും ആളുകൾ മുന്നോട്ട് വരില്ല. പിന്നെയുള്ളത് ധാരാളം കമ്പനി വരിക എന്നുള്ള. ഇപ്പോൾ ഈ സമരത്തിലുള്ള ആളുകൾ തന്നെ പല സ്ഥലത്തും പല പേരിൽ ക്ലിയർ കട്ട് എന്നുള്ള പേരിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഫാക്ടറിക്ക് അപേക്ഷ കൊടുത്തു. അത് ഫ്രഷ് കട്ട് ഉടക്കി വെച്ചു. അങ്ങനെ തമ്മിലുള്ള ബിസിനസ് വൈരും ഈ സമരത്തിൻ്റെ ഭാഗമുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് തിരിയും, മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഞങ്ങൾ മേലേക്ക് ചാരരുത്. സത്യസന്ധമായ കാര്യങ്ങൾ പോട്ടെ. ഞാൻ ആരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യല്ല. പലരും ഇതിൽ ആദ്യം പെട്ടത് ഒരു പക്ഷേ ഇത് നല്ലൊരു കമ്പനി എന്നുള്ള നിലക്കായിരിക്കും. അങ്ങനെ തന്നെയാണ് ഇടതുപക്ഷവും കുടുങ്ങിയത്, എല്ലാവരും കുടുങ്ങിയത്. കട്ടിപ്പാറ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തത്, പിന്നീട് അവരുടെ വഴി ശരിയല്ല, നിങ്ങൾ പിന്മാറി, പഞ്ചായത്തിനോട് പിന്മാറി. അപ്പോൾ UDF ഭരിക്കുന്ന പഞ്ചായത്തിനോട് പിന്മാറാൻ പറയണ്ടേ? അത് പറയാതെ എന്തിനാ ഈ എല്ലാ ദോഷവശങ്ങളും ഇടതുപക്ഷത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? നിങ്ങളല്ലേ എല്ലാം തുടങ്ങിയതും എല്ലാം ചെയ്തതും. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നന്ദി, നമസ്കാരം.